ശ്രീ ഹർഷകുമാർ, മലയാളികളെ നമ്മൾ രണ്ടുപേരും ഉൾപ്പെടെയുള്ളവർ അല്ലേ, അതെ തീർച്ചയായും വലിയ ആഘോഷ തിമിർപ്പിലാണ്. ഇതെല്ലാം വലിയ അപകടത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. ഓരോ ദിവസവും അങ്ങനെയുള്ള വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ തന്നെ. നിയമം ലംഘിച്ചുകൊണ്ടുള്ള വലിയൊരു പോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തൃശ്ശൂരിൽ നടന്ന വെടിക്കെട്ടപകടമായാലും യാത്രയിലുണ്ടാകുന്ന ഒരു അറുമാദിക്കലിലൂടെ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു രീതിയിലൊക്കെയാണ് കടന്നുപോയിരിക്കുന്നത്. ഇത് ഓരോ അപകടം കഴിയുമ്പോഴും അത് കുറച്ച് ദിവസം മാത്രം ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് തദൈവ. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. അത് സമീപകാലത്ത് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രവണത മലയാളിയിൽ വർദ്ധിച്ചു വരികയാണ്. ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ പൊടി തട്ടിയെടുത്ത്, ഒരു കാലത്ത് ചാരമാക്കി കളഞ്ഞ ആചാരങ്ങളെ എല്ലാം പൊടി തട്ടിയെടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. ആ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു മതത്തിൻ്റെയൊക്കെ ചട്ടക്കൂടിനകത്ത് നിർത്തി അതിനെ അങ്ങ് നിയമമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന തരത്തിലേക്ക് വരുമ്പോൾ ആളുകൾ ഇതിനെ പരസ്യമായി രാജ്യത്ത് ഈ വെടിക്കെട്ടപകടത്തിൻ്റെ പശ്ചാത്തലം തന്നെ നമുക്ക് പറയാം. അതൊരു ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആചാരമാണ്. പക്ഷെ അതിന് ഇന്ത്യ രാജ്യത്ത് എക്സ്പ്ലോസീവ് ആക്ട് ഉണ്ട്. അതിൽ കൃത്യമായി രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിനെ 6 മണിക്കകം ഇത് പാടില്ല എന്നുണ്ട്. അതിൻ്റെ നിയന്ത്രിത ശബ്ദമുണ്ട്, ശബ്ദത്തിന് നിയന്ത്രണമുണ്ട്. ഇത്ര ഇതിൽ ഡെസിബിളിൽ താഴെയുള്ള ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കാവൂ. പ്രകാശങ്ങൾ ഇത്രതിൽ കൂടുതൽ പ്രകാശ ഇതുകൊണ്ട് ചൊരിയാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പരസ്യമായ ലംഘനമല്ലേ സർക്കാർ ഉൾപ്പെടെ അറിഞ്ഞ് എല്ലാ പോലീസ് സംവിധാനങ്ങളുടെ അകമ്പടിയിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. എല്ലാ ക്ഷേത്രങ്ങളിലെയും ആഘോഷങ്ങളുടെയും വെടിക്കെട്ടും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഒരു വഴിക്ക് നിയമം ഉണ്ടാക്കി വെച്ച ആളുകൾ തന്നെ, അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇത് മാത്രമല്ല, ഞാനൊരിക്കൽ ഗുജറാത്തിൽ സൂററ്റ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ സൂററ്റിൽ പോയി. അന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രധാനമന്ത്രിയായ സമയത്ത് അവിടെ ഒരു വനിതയാണെന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി. BJP ഭരിക്കുന്നത്. ഞങ്ങളാ ചെല്ലുന്ന സമയത്ത് ആ സൂററ്റിലെ ഒരു റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം രാവിലെ ബുൾഡോസറുകൾ ഉരുണ്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന റോഡിലെ തടസ്സങ്ങളെല്ലാം മാറ്റിപ്പോകുന്ന കൂട്ടത്തിൽ ഏതാണ്ട് ഒരു 6ഓളം ക്ഷേത്രങ്ങൾ, അനധികൃത ക്ഷേത്രങ്ങളാണ് ഇടിച്ച് നിരത്തി. ഒരാളിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ ഇടിച്ച് നിരത്തി പോകുന്നത് ഞാൻ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പറ്റും. ഇപ്പം ഈ നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്തൊരു ആൽത്തറ ക്ഷേത്രം ധാരിക്കുന്നു, റോഡിലാണ്. ആർക്ക് ചോദിക്കാൻ പറ്റുന്നു? അപ്പോൾ ഇതൊന്നും ഒരു നിയന്ത്രണമില്ലാതെ ഒരു തരത്തിലും ആർക്കും ഇതിനെയൊക്കെ ചോദിച്ചാൽ ചോദിക്കുന്നവനെ ഒറ്റപ്പെടുത്തുന്നു. ഇപ്പം തന്നെ നമ്മൾ കേട്ടതാണ് 2 ദിവസം മുമ്പ് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭജന ടീമാണ് നന്ദഗോവിന്ദം. അവരൊരു അമ്പലത്തിൽ പാടാൻ പോയ സമയത്ത് ആ അമ്പലത്തിൻ്റെ പുറത്താണ് പാടിയത്. പാടുന്ന സമയത്ത് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ഈ വരുന്ന ആൾക്കാർക്കെല്ലാം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരു പള്ളിക്കാർ സൗകര്യം ചെയ്തു കൊടുത്തു. ഈ ഗായക സംഘത്തിന് വേണ്ട ഒത്തിരി സൗകര്യം അവർ ചെയ്തു കൊടുത്തു. അപ്പോൾ ഉടനെ അവരതിൻ്റെ ഒരു നന്ദി സൂചകമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടി. ആരെ ബാധിക്കും? ഞാനത് ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ഇതെന്ത് ഒരു മതേതര സ്വഭാവമല്ലേ? അതെ സാറേ, ഇത് പാടിക്കഴിഞ്ഞാൽ ആരെ ബാധിക്കും? പക്ഷെ അതിനകത്ത് ഉടനെ കയറി നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ്, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ഇതൊരു വലിയ കലാപത്തിന്റെ വിഷയത്തിലേക്ക്. ഇപ്പൊ കേരളം പഴയതിൽ നിന്നൊക്കെ മാറുകയാണ്. ഹർഷകുമാറിന് അറിയത്തില്ലേ, പത്തനംതിട്ട ജില്ലക്കാരനാണ്. നമ്മുടെ പന്തളത്ത് നിന്ന് തിരിക്കുന്ന തിരുവാഭരണ ശബരിമലയിലേക്ക് പോകുമ്പോൾ വഴി അരികിലൊക്കെ ക്രൈസ്തവ വീടുകളിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആ ക്രൈസ്തവ വീടുകളിൽ കോഴഞ്ചേരിക്കടുത്ത് ഏതോ ഒരു ക്രൈസ്തവ വീട്ടിൽ ഇതുകൊണ്ട് വെക്കുന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ? എൻ്റെ നാട്ടിൽ, ഞാൻ അടൂരിനടുത്ത് പഴകുളം പുന്തല വീട്ടിൽ ദേവീക്ഷേത്രം എൻ്റെ നാട്ടിലെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവം തുടങ്ങി, വിഷുവാണ് ഉത്സവം.
ഉത്സവത്തിൻ്റെ പറയിടിയിൽ ക്ഷേത്രത്തിൻ്റെ നടക്കൽ കൊടി അവിടെ കൊണ്ട് പറയിടുന്നത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ എത്ര പേര്, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ. അതേപോലെ തന്നെ ആദിക്കാട്ടുള്ളങ്കര പള്ളിയിലെ ചന്ദനക്കുടം ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം ഇല്ല. വരുന്ന സമയത്ത് എത്ര ഹിന്ദു വീടുകളിലെ ആളുകൾ അവർക്ക് വരുന്ന ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം. ക്രിസോസ്റ്റം തിരുമേനി പറയുമായിരുന്നു, ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ അരവണ ചോദിച്ചു വാങ്ങിക്കും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത്, കേരളം ഒരു കാലത്ത് ചാരമാക്കി കളഞ്ഞ അനാചാരങ്ങളെ വീണ്ടും ആചാരങ്ങളാക്കി തിരികെ കൊണ്ടുവരുന്നൊരു കാഴ്ച നമുക്ക് ചെറുതല്ല. അതിൻ്റെ മുമ്പിൽ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെടുകയാണ്. അത് ലംഘിക്കുന്നത് ആരാണ്? ഈ നിയമം പരിപാലിക്കാൻ ബാധ്യസ്ഥരായ. രാത്രി 10 മണിക്ക് ശേഷം മനുഷ്യന് ശബ്ദം ശല്യം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടൊരു അനുഭവം പറയാം. എൻ്റെ മകളുടെ പരീക്ഷയാണ് 2 ദിവസം കഴിയുമ്പോൾ. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ മൈക്ക് നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് ഇതിൻ്റെ കോളാമ്പി വെച്ച് ഞാൻ ആദ്യമൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരാദ്യം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പിന്നെ അത് ഗൗരവത്തോടെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി വേറൊരുത്തൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു. ശ്രീ അശോക്, ഇത് ഏപ്രിൽ മെയ് ജനുവരി മുതൽ അങ്ങോട്ട് ഉത്സവകാലം. ഇത് നമ്മൾ ഉത്സവത്തിനൊന്നും എതിരല്ല, എല്ലാം വേണം. അതൊക്കെ നാടിന്റെ സാംസ്കാരിക ഉത്സവ ആഘോഷം തന്നെയാണ്. ഇത് എത്രയോ കിലോമീറ്റർ വരെ ഈ മൈക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. പണ്ട് കോടതി വിധി ഉണ്ടായിരുന്നു ഈ വലിയ കോളാമ്പി ഉപയോഗിക്കുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ ബോക്സിനകത്ത് കോളാമ്പി വെച്ച് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ അതൊരു സംഘടിത രൂപമാകുക. അതേപോലെ തന്നെ സാർ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ ഉത്സവങ്ങൾ നേരത്തെ ആണെങ്കിൽ ചെറിയ തോതിൽ മനുഷ്യൻ അവൻ്റെ ആ കാർഷിക പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു ഇടവേളയിൽ കാർഷികോത്സവമായിട്ടാണ് നാട്ടിലെ സാധാരണ ഉത്സവങ്ങളെല്ലാം കണ്ടിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പോൾ ഒരു കെട്ടുരുപ്പടി തന്നെ 10-50 ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടുരുപ്പടി. ആ കെട്ടുരുപ്പടി നടത്തിയിട്ട് ഉത്സവ ദിവസം ഉത്സവ പറമ്പിലേക്ക് എന്നിട്ട് അവിടെ ഇത് ആളുകളുടെ ഒരു ആഘോഷത്തിന് ഇതൊക്കെ കെട്ടുരുപ്പടി പ്രദർശിപ്പിച്ചു എന്ന് പറയുന്ന കെട്ടുകാഴ്ച. അതിന് എല്ലാവർക്കും അറിയത്തില്ല ഇത്. അതെ അതെ അതെ. പിന്നെ അതായത് കൊല്ലം, പത്തനംതിട്ട ഈ ഭാഗത്താണ് കൂടി, ഒണാട്ടുകര ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. അതിന് നേരത്തെ ഈ കെട്ടുരുപ്പടി ഒരു പ്രദേശത്തു നിന്ന് കെട്ടി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ആ ഉത്സവത്തോടുകൂടി തീരും. ഇപ്പം അത് മാറി. ഈ കെട്ടുരുപ്പടി അത് ഒരുക്കുന്നത് ഉത്സവത്തിന് ഒരു 2-3 ആഴ്ച മുമ്പ് അതിൻ്റെ പണി തുടങ്ങും. അവിടങ്ങളിൽ ഒരു ഉത്സവമാക്കുക. ഈ കെട്ടുരുപ്പടിയുടെ കീഴിൽ എല്ലാ ദിവസവും രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ഊണ്, രാത്രിയിൽ ആഹാരം. അപ്പോൾ അത് നാട്ടുകാരുടെ പിരിക്കുക. എന്നിട്ട് രാത്രിയിൽ അവിടെ കലാപരിപാടി. കെട്ടുരുപ്പടി തയ്യാറാക്കുന്നിടത്ത് ഓരോ ദിവസവും കലാപരിപാടി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പം അന്നദാനം. ഈ പണ്ട് ഞാൻ ഈ അന്നദാനം എന്ന് കേട്ടിട്ടുള്ളത്, വളരെ ക്ഷീണിച്ച് അവശരായിട്ട് വരുന്നവർക്ക്, ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് അന്നദാനം. ഇത് ഒരു ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സമീപത്തെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീട്ടിലെ അടുക്കളയൊക്കെ അടച്ചുപൂട്ടും. അല്ല, ഭഗവത്ഗീത തന്നെ പറഞ്ഞു. ഭഗവത്ഗീത പറയുന്നുണ്ട്, ആർക്കാണ് അന്നദാനം അർഹതപ്പെട്ടവനാണ്, വിശക്കുന്നവനാണ് അന്നദാനം കൊടുക്കേണ്ടത്. ഇതിപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്രത്തിൽ സപ്താഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നവാഹം നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ സകല വീടും പൂട്ടിയിട്ടിട്ട് ആളുകൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. അമ്പലത്തിൽ പോയി അവിടെ പ്രസംഗിക്കുന്നൊന്നും ആരും കേൾക്കത്തില്ല. അതിരുന്നോട്ട് കാര്യം പറഞ്ഞാൽ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ചാടിപ്പോയി ഭക്ഷണപ്പേരെ കയറി കഴിക്കും. രാത്രിയത്തേക്കുള്ളതുകൂടെ ഈ കവറിനകത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അത് ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന അന്നദാനം ഉണ്ടാവുന്നുണ്ട്. അത് നല്ലതാണ്. അത് നല്ലതാണ്. കാരണം അവിടെ ചെല്ലുന്ന തീർത്ഥാടകർക്കാണ് കൊടുക്കുന്നത്. ഇതല്ല. ഇതിപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ചോദിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. ഇപ്പൊ നല്ല നമ്മുടെ രാജ്യത്തെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് അന്നദാനമല്ല, ഈ ഭക്തി കച്ചവടം. ഭക്തി ആർക്കെങ്കിലും നാളെ ഇപ്പൊ നേരത്തെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കുരിയാല ചെറിയ ഒരു വെച്ചാരാധന ഉണ്ടായിരുന്നു. പൂർവികരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഇപ്പൊ പതുക്കെ അങ്ങ് ദേവാലയങ്ങളാക്കി മാറ്റുക. ഇതിൽ ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ്. ആർക്കും ഒരു മുതൽ മുടക്കില്ല. എനിക്കറിയാവുന്നൊരു സംഭവം, പത്തനംതിട്ട ജില്ലയിലെ ഒരു കുടുംബക്ഷേത്രത്തെ ഈ അടുത്ത സമയത്ത് നവീകരിച്ചെടുത്തപ്പോൾ അവിടെ വലിയ വരുമാനമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ 2-3 വർഷത്തിന് മുമ്പ് കൊച്ചി കേന്ദ്രമാക്കി ഒരു വലിയ മാർക്കറ്റിംഗ് ഏജൻസിയെ അവർ സമീപിച്ചു. മാർക്കറ്റിംഗ് ഏജൻസി അതിൻ്റെ ഫീസ് വാങ്ങി. ഫീസ് ചെറിയ ഫീസൊന്നുമല്ല, ഒരു 4-5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. കൊടുത്തതിന് ശേഷം ആ മാർക്കറ്റിംഗ് ഏജൻസി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങോട്ട് പ്രചരണം കൊടുക്കും.
ആ പ്രചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഇപ്പോൾ ആളുകൾ വരികയാണ്. വന്ന് വലിയ തോതിലുള്ള പൂജയും അർച്ചനയും ഒക്കെ നടത്തി വലിയ പൈസ കൊടുക്കുക അവിടെ. അങ്ങനെ ഇപ്പോൾ ആ ക്ഷേത്രം വലിയ സമ്പത്തിൻ്റെ ഉറവിടമുള്ള കേന്ദ്രമായിട്ട് മാറി. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഒരു കാലത്ത് ചാരമാക്കിയ പഴയ ആചാരങ്ങളെ എല്ലാം പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്ന് വീണ്ടും അത് ആചാരങ്ങളുടെ ഭാഗമാക്കുകയും അതിന് മതവിശ്വാസത്തിൻ്റെ കാവലേർപ്പെടുത്തുകയും ആ കരുതലിൽ ആളുകൾ എല്ലാവരും തൊട്ടയൽപ്പക്കത്തൊരു ക്യാൻസർ രോഗി ചികിത്സയ്ക്ക് പൈസ കൊടുക്കാത്തവൻ അമ്പലത്തിൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ എത്ര വേണേലും വാരിക്കോരി കൊടുക്കുന്ന അപഹാസ്യമായ ഒരു നാടകം കേരളത്തിൽ വരികയാണ്. ഈ വെടിക്കെട്ടപകടമൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ പുറ്റിങ്ങൽ അപകടം ഉണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞു ഇനി മേലിൽ ഒരിടത്തും ഇങ്ങനെ ഉണ്ടാവരുത്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പെട്ട് പറഞ്ഞ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞത് ഈ ആനയെ എഴുന്നള്ളിക്കുന്നിടത്ത് ആന എത്ര പേരെ ചവിട്ടിക്കൊന്നു. ആന ഈ ആൾക്കൂട്ടം കാണുമ്പോൾ ഇളകി മറിഞ്ഞ് എവിടോട്ടാ ചാടുന്നത്, എങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ അല്ലേ കരിമരുന്ന് കൊടും വെയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ മൈക്കിൻ്റെ ഉപയോഗം. പഠിക്കുന്ന പിള്ളേരുള്ള പ്രദേശങ്ങളിൽ അമ്പലങ്ങൾ ശല്യമായി മാറുകയാണ്. ഞാൻ ആരാധന വേണ്ടാന്നോ ഭക്തി വേണ്ടാന്നോ അല്ല, അതൊക്കെ വേണം. അത് അതിൻ്റെ ലിമിറ്റിൽ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങളെല്ലാം പരാജയപ്പെടുന്നു. കാരണം ഈ ഭക്തി തൊട്ടാൽ അത് വേറെ കത്തുന്ന കേസ്, കൈകൊള്ളുന്ന കേസായതുകൊണ്ട് ആരും ഇപ്പോൾ അത് തൊടത്തില്ല. അത് വീണ്ടും ഇത്തരം കാര്യങ്ങളുടെ പുനഃസ്ഥാപനത്തിനും മനുഷ്യജീവിതത്തെ ദുസ്സഹമാക്കുന്നതിനും ഇടയാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.